take on this question for the given network function. Draw the Pulsar diagram and hence obtain the time domain response. Verify this result analytically. So that is your question. So first of all, you have to draw the Pulsar diagram. How will you get the Pulsar diagram? Actually, this is your network function. That is I of s equal to 3s divided by s plus 1 into s plus 3. So 0 എന്ന് പറയുന്നത് എന്താണ്? It is the roots of numerator polynomial. Numerator polynomial 3s ആണ്. 3s equal to 0 എന്നുള്ളതാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? 3s 0 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ സീറോസിൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പോൾ ഒരു 0 എവിടെ കിടക്കുന്നത്? 0 കിടക്കുന്നത്. ഇനി പോൾസ് ആർ ദി വാല്യൂസ് ഓഫ് ഡിനോമിനേറ്റർ പോളിനോമിയൽ ആണ്. ക്യാരക്ടറിസ്റ്റിക് ഡിനോമിനേറ്റർ പോളിനോമിയൽ എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 3. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താണ്? എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 3 ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ അതിൻ്റെ റൂട്ട്സ് ഏതൊക്കെയാണ്? എസ് ഈക്വൽ ടു -1 ആയിരിക്കും, എസ് ഈക്വൽ ടു -3 ആയിരിക്കും അല്ലേ. അപ്പോൾ പോൾസ് എന്ന് പറയുന്നത് എസ് ഈക്വൽ ടു -1, എസ് ഈക്വൽ ടു -3. ദീസ് ആർ ദി പോൾസ്. ഓക്കെ, so now you have obtained the values of 0 equal to s is equal to 0 and pole equal to s is equal to -1 and s is equal to -3. So you have to draw the Pulsar diagram and hence obtain the time domain response. Now this response is s domain because I of s is given. Next you have to find the time domain response. So you have to find the I of t. Okay. So also you can verify this result using analytical method. So usually നമ്മൾ ഐ ഓഫ് എസ് കിട്ടിക്കഴിഞ്ഞാൽ ഐ ഓഫ് ടി അങ്ങനെ കിട്ടുക ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ചെയ്തിട്ടാണ് അല്ലേ. അപ്പോൾ നമുക്ക് സാധാരണ കിട്ടും പാർഷ്യൽ ഫ്രാക്ഷൻ എക്സ്പാൻഷൻ വെച്ചിട്ട് ഞാൻ ഇന്നലെ ക്ലാസ്സിൽ ചെയ്യുകയാണ്. അപ്പോൾ അത് ഞാനൊന്നും വേണ്ടി ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ എക്സ്പാൻഷൻ വരുന്നത് എങ്ങനെ എഴുതാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളത് ചെയ്തിട്ടുണ്ട് അല്ലേ. പോൾസർ ഡയഗ്രാം നമ്മൾ വരച്ചത് എങ്ങനെയാണ് ക്ലാസ്സിൽ ചെയ്തതാണ്. 0 ഒരു 0 ആണുള്ളത്, പോള് -1ലും -3ലുമാണുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ന് വെച്ചാൽ ഈ പോൾസർ ഡയഗ്രാം വെച്ചിട്ട് ഇതിൻ്റെ ടൈം ഡൊമെയിൻ റെസ്പോൺസ് എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അനാലിറ്റിക്കൽ മെത്തേഡിൽ സാധാരണ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ചെയ്യുന്നത് പോലെയല്ല നമ്മൾ ചെയ്യുന്നത്. വി ആർ ഗോയിങ് ടു യൂട്ടിലൈസ് ദിസ് പോൾസർ ഡയഗ്രാം ആൻഡ് വി വിൽ ഫൈൻഡ് ഔട്ട് ഐ ഓഫ് ടി. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ നെറ്റ്വർക്ക് ഫംഗ്ഷൻ ഈസ് 3s/s+1 ആണ്. So partial fraction expansion യൂസ് ചെയ്യുകയാണെങ്കിൽ we can write it as I of s equal to a by s plus 1 plus b by s plus 3. Okay, so if the network function is in this form, then its time domain response will be in the form of a into e raised to -t plus b into e raised to -3t. So this is the network function. This is the value of I of t. Okay, I of s എങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ചെയ്താൽ a into e raised to -t plus b into e raised to -3t എന്ന് എഴുതാം അല്ലേ. എയും ബിയും നമുക്കറിയില്ല. അപ്പോൾ എയും ബിയും കണ്ടുപിടിക്കാൻ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ എക്സ്പാൻഷൻ അനാലിറ്റിക്കൽ മെത്തേഡ് വെച്ച് നമ്മൾ നേരത്തെ ചെയ്തു. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അത് തന്നെയാണോ ഈ പോൾസർ ഡയഗ്രാം വെച്ച് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കണം. അപ്പോൾ എയുടെയും ബിയുടെയും വാല്യൂ നമ്മൾ എന്ത് വെച്ച് കണ്ടുപിടിക്കും? വി വിൽ ഫൈൻഡ് ഇറ്റ് ബൈ യൂസിങ് പോൾസർ ഡയഗ്രാം. അപ്പോൾ നമ്മൾ ഇത് ഓൾറെഡി ചെയ്തതാണ്. അതിൻ്റെ റിസൾട്ട് നമ്മൾ പറയാം. നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ എന്താ ചെയ്തത്? സാധാരണ രീതിയിൽ ചെയ്യുന്ന പോലെ അല്ലേ. ഐ ഓഫ് എസ് ഈക്വൽ ടു 3s/s+1 and s+3. I of s equal to a by s plus 1 plus b by s plus 3. A എന്ന് പറയുന്നത് എങ്ങനെ ചെയ്തു? I of s into s plus 1 at s is equal to -1 എന്ന് ചെയ്തു. b എന്ന് പറയുന്നത് എങ്ങനെ ചെയ്തു? എയും ബിയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ I of t എന്ന് പറയുന്നത് ഇൻവേഴ്സ് കണ്ടിട്ട് ചെയ്തു. ഇതാണ് നമ്മുടെ ഇക്വേഷൻ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇനി ഇപ്പം പോൾസർ ഡയഗ്രാം വെച്ചിട്ട് എയും ബിയും കണ്ടുപിടിക്കണം. ഇതേപോലെ പോകരുത്. പോൾസർ ഡയഗ്രാം വെച്ചിട്ട് എയും ബിയും എങ്ങനെ കണ്ടുപിടിക്കണം എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, അതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. സി, so initially you can write I of s is equal to a by s plus 1 and b by s plus 1. ഈ എക്കും ബിക്കും എന്താ പറയുക? റെസിഡ്യൂസ് എന്ന് പറയും അല്ലേ. റെസിഡ്യൂസ്. അപ്പോൾ എ എന്ന് പറയുന്നത് ഇതിന് ഇൻവേഴ്സ് ഐ ഓഫ് ടി എന്ന് പറയുന്നത് a into e raised to -t plus b into e raised to -3t ആണ്. അപ്പോൾ we have to find the values of a and b by using Pulsar diagram. So we have to find the residues, that is a and b by using Pulsar diagram. So നമുക്കത് എഴുതണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ പോൾ എന്താണ്? ഇവിടെ you can see how many poles are there. There are 2 poles. How many poles are there? S is equal to -1 is a pole, s is equal to -3 is another pole. There are 2 poles are there. Okay, right? So there will be 2 residues. Okay, how many poles are there? 2 poles are there, so 2 residues like a and b will be there. Okay, we have to find both a and b. So let us concentrate on this first pole.
Where is the first location of this first pole? -1. -1 is the location of first pole. Okay. So, first of all, we will calculate the residue with respect to the pole -1. Okay. Next, we will calculate the residue with respect to the pole -3. Okay. First, let us concentrate on this -1. അപ്പോൾ സോ നമുക്ക് ഇതിൻ്റെ ഒരു തിയറി സെക്ഷൻ ഉണ്ട്. അത് ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് പറയാം. തിയറി സെക്ഷനിലേക്ക് ഡയറക്റ്റ് പോകുന്നത് കൺഫ്യൂസിങ് ആയിരിക്കും. നമുക്ക് അപ്ലൈ ചെയ്ത് പറയാം. ഓക്കെ. ഇപ്പോൾ -1 എന്നുള്ള പോൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതെങ്ങനെ റെസിഡ്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ. -1 എന്നുള്ള പോള് സീറോയിൽ നിന്ന് എത്ര ദൂരത്തിലാണ് കിടക്കുന്നതെന്ന് നോക്കുക. -1 എന്നുള്ള പോൾ സീറോയിൽ നിന്ന് എത്ര ദൂരത്തിലാണ് കിടക്കുന്നത്? ഇറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1. അല്ലെ, ഡിസ്റ്റൻസ് പറയുമ്പോൾ നമ്മൾ മൈനസ് പറയുകയില്ല, ഇറ്റ് ഈസ് പോസിറ്റീവ് അല്ലേ. അപ്പോൾ ഡിസ്റ്റൻസ് എത്രയാണ്? എത്ര ഡിസ്റ്റൻസിലാണ് കിടക്കുന്നത്? 1 എന്നുള്ള ഡിസ്റ്റൻസിലാണ് കിടക്കുന്നത്. കൺസിഡർ ദി പോൾ അറ്റ് -1. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 0 ആൻഡ് ദി പോൾ അറ്റ് -1 ഈസ് വാട്ട് ഈസ് ദി ഡിസ്റ്റൻസ്? 1 അല്ലേ. നിങ്ങൾ 0 -1 -0 എന്ന് പറഞ്ഞിട്ട് -1 എന്ന് പറയരുത്. ഡിസ്റ്റൻസ് ഇസ് 1. ഓക്കെ. ഹൗ distance between 0 to pole at -1 is equal to, you can clearly see here that the distance is -1. Else you can write that distance between 0 is m0, 0, and pole is indicated by 1 is equal to 1. So m0 1 equal to 1. That is the distance of this pole from this 0. Next, distance you obtained, and next you have to find the phase difference between this pole and 0. Okay, distance is equal to 1. So here -1 is locating here and 0 is there. So the angle between this -1 and 0 is, what is the angle? It is 180-degree angle. Okay. Once you are going like this, you can see 180. If the point is left side, here the pole is at the left side and the point is at the right side. So right side point, 0 is at the right side point, it will make a 180-degree angle. അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോള് -1 ആണ്. ആ -1 നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോള് നമ്മൾ സീറോന്റെ ലെഫ്റ്റ് സൈഡിലാണ് കിടക്കുന്നത് എങ്കിൽ അതൊരു 180-degree ആംഗിൾ ആണ്. ദി ആംഗിൾ ബിറ്റ്വീൻ ദി ലൈൻ ജോയിനിങ് ദി പോൾ അറ്റ് -1 to the 0 ഈസ്, പോൾ അറ്റ് -1ലുള്ള പോളും സീറോയും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 180-degree ആണ്. ഓക്കെ. 180-degree ആണ്. ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതിന് നമുക്ക് നേരത്തെ m01 ഡിസ്റ്റൻസ് m01 ഇൻഡിക്കേറ്റഡ് ബൈ m01 and angle can be represented by 501. Okay, so 501 equal to 180-degree. That means you can, in general you can say that if the considering 0 is at the right side. Okay. Okay, so in the case of first pole, you make the calculation. Similarly, next we can consider the distance between the pole at the minus. Next, where is the pole? Next pole is at the -3. Okay. Next pole is at next. First we will consider this pole -1. Next we are going to consider this pole -3. So first we have to calculate distance of this -3 from the 0. Okay. So similarly, the distance between the pole at the next we have, sorry, here the pole is there and distance of this pole from the 0 is calculated, and also phase of this pole from the 0 is calculated. Next we are considering this pole and we have to calculate the distance of this pole from this pole. ഈ പോളിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. എത്രയാണ്? -3 -1 തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? So the distance of the pole -1 from the pole -3 is 2. അല്ലേ? രണ്ടല്ലേ? 1 2 3 അങ്ങനെ രണ്ടാണ് ഡിസ്റ്റൻസ് അല്ലേ? -3ക്കും -1നും ഇടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 2 ആണ് അല്ലേ? എന്നിപ്പോൾ 2 is the distance. അപ്പോൾ നമുക്ക് എന്താ പറയാ? നേരത്തെ m01 സീറോനെ കൺസിഡർ m01 എന്ന് പറയാം. അപ്പോൾ ഇവിടെ പോളാണ് കൺസിഡർ. അപ്പോൾ m31 എന്ന് പറയാം. ഓക്കെ. ഡിസ്റ്റൻസ് ഈസ് m31. അപ്പോൾ നൊട്ടേഷൻ എങ്ങനെയാണ്? m31 equal to 2. ഓക്കെ. സോ യു ക്യാൻ റൈറ്റ് m31 equal to, ഡിസ്റ്റൻസ് എപ്പോഴും എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. ഈ 31 എന്ന് പറയുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോള് 1 ആണ്. ഓക്കെ. നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോള് 1 ആണ്. ബാക്കിയുള്ള പോയിന്റിന് ആദ്യം എഴുതണം. നേരത്തെ 0 കൺസിഡർ ചെയ്തപ്പോൾ m01 എന്ന് പറഞ്ഞു. അപ്പോൾ 3 ആണ് കൺസിഡർ ചെയ്യുന്നത്, അതുകൊണ്ട് m31 എന്ന് പറഞ്ഞു. അപ്പോൾ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു. നെക്സ്റ്റ് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഈ -1ന് -3 ആയിട്ട് ഉണ്ടാക്കുന്ന എന്ത് കണ്ടുപിടിച്ചിട്ടാണ്? ആംഗിൾ കണ്ടുപിടിക്കണം. ഓക്കെ. നമ്മൾ -3 എന്ന് പറയുന്നത്, അപ്പോൾ നമ്മുടെ പോൾ എവിടെയാണ് കിടക്കുന്നത്? നേരത്തെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ പോയിന്റ് റൈറ്റ് സൈഡിലാണ് കിടന്നത് അല്ലെ? ഇപ്പൊ പോയിന്റ് ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് കിടക്കുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന പോൾ എത്ര ആംഗിളാണ്? the angle between the line joining the pole at -1 to the pole at -3 equal to 531 എന്ന് നമുക്ക് പറയാം. That will be equal to 0 degree.
ഇപ്പൊ -3 നിന്ന് -1 ആംഗിൾ എത്രയാണ്? 0 ആണ്. അത് രണ്ടും ഒരേ പോയിന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ലെഫ്റ്റ് സൈഡിലുള്ള പോയിന്റ് 0 റൈറ്റ് സൈഡിലുള്ള പോയിന്റ് 180 പറയാം. നമുക്ക് കൺസിഡർ ചെയ്യുന്ന പോയിന്റിനെ കമ്പയർ ചെയ്യുമ്പോൾ പോയിന്റ് വലത്തെ സൈഡിലാണ് കിടക്കുന്നതെങ്കിൽ, റൈറ്റ് സൈഡിലാണ് കിടക്കുന്നതെങ്കിൽ 180, ലെഫ്റ്റ് സൈഡിലാണ് കിടക്കുന്നതെങ്കിൽ 0 എന്ന് പറയും. ഓക്കെ, ഓർത്ത് വെക്കാൻ വേണ്ടി പറയുന്നതാണ്. സോ 531 എന്താണ്? 0. ഓക്കെ, അപ്പൊ നോട്ട് ദി പോയിന്റ് ലെഫ്റ്റ് സൈഡ് പോയിന്റ്സ് മേക്സ് 0 ആംഗിൾ, റൈറ്റ് സൈഡ് പോയിന്റ്സ് മേക്ക് 180 ആംഗിൾ. സോ നമുക്കിപ്പോ നമ്മൾ -1 എന്നുള്ള പോളാണ് കൺസിഡർ ചെയ്ത്, അപ്പൊ അത് 0 നിന്ന് എത്ര ദൂരം ഉണ്ടെന്ന് മനസ്സിലാക്കി, എത്ര ആംഗിൾ ആണെന്ന് മനസ്സിലാക്കി, -1 -3 നിന്ന് എത്ര ദൂരം ഉണ്ടെന്ന് മനസ്സിലാക്കി, അതിന്റെ ഫേസ് ആംഗിൾ നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് അത്രയും കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഇതിന്റെ കാൽക്കുലേഷൻ, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എ എന്നുള്ള റെസിപ്റ്റ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വി ക്യാൻ ഫൈൻഡ് ഔട്ട് എ. ഫൈൻഡ് ഔട്ട് എ. അപ്പൊ നമ്മുടെ എ കാണേണ്ട ഇക്വേഷൻ ആണ് h into m01 e raised to j501 divided by m31 e raised to j531. Okay, ഇപ്പൊ ഒരു സീറോയും ഒരു പോളും മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോൾ ഒഴികെ ഒരു സീറോയും ഒരു പോളും മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇക്വേഷൻ വന്നത്. ഒന്നിൽ കൂടുതൽ പോളും ഒന്നിൽ കൂടുതൽ സീറോസിന് m01 ഇൻറ്റു m02 ഇൻറ്റു m03 ഇൻറ്റു അങ്ങനെ അങ്ങനെ നമ്മൾ പറയേണ്ടി വരും. ഓക്കെ, ആ രീതിയിൽ നമ്മൾ പറയാം. ഓക്കെ, നെക്സ്റ്റ് ഡിനോമിനേറ്റർ സൈഡിൽ പോളിന്റെ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ m31 വേറെ പോൾ ഉണ്ടെങ്കിൽ m41 അങ്ങനെ നമുക്ക് ഓരോന്ന് കൊടുക്കാം. ഓക്കെ, ന്യൂമറേറ്ററിൽ നമ്മൾ എന്തൊക്കെയാ? എത്രത്തോളം സീറോസ് ഉണ്ടോ, ഓക്കെ, എത്ര സീറോസ് ഉണ്ടോ ആ സീറോസിന്റെ വാല്യൂസ് ആണ് നമ്മൾ ന്യൂമറേറ്റർ സൈഡിലൂടെ മൾട്ടിപ്ലൈ ചെയ്തത്. ഡിനോമിനേറ്റർ സൈഡിൽ നമ്മൾ എത്രത്തോളം പോൾസ് ഉണ്ടോ അതിന്റെ വാല്യൂസ് ആണ് മൾട്ടിപ്ലൈ ചെയ്തിരുന്നത്. ഓക്കെ, എച്ചിന് പകരം എന്ത് കൊടുക്കാം? സി വാട്ട് ഈസ് എച്ച്? എച്ച് എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? 3s എന്നുള്ളത് തന്നെ. അപ്പൊ ആ എച്ച് എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. ഓക്കെ, so here h equal to 3. You can write h equal to 3. So you will get a residue a equal to h into m01 into e raised to j501 divided by m31 into e raised to j531. അപ്പോൾ m01 എന്ന് പറയുന്നത് എന്താണ്? what is m01? നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തില്ല. m01 1 ആണ്. e raised to j501 1 e raised to j 180 ഡിഗ്രി വരും അല്ലേ? e raised to j 180 ഡിഗ്രി വരും ഡിവൈഡഡ് ബൈ m31 എന്ന് പറയുന്നത് എന്താണ്? m31 is 2 എന്ന് കൊടുത്തു. e raised to j531 e raised to j531 എന്ന് പറയുന്നത് 0 e raised to j 0 ഡിഗ്രി വരും. ഓക്കെ, അപ്പൊ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ കാൽക്കുലേറ്റ് j180 എന്ന് പറയുന്നത് e raised to j theta എന്ന് പറയുന്നത് sin theta plus j cos theta. e raised to j theta is equal to sin theta plus j cos theta. So you can simply sin 180 plus j sin cos 180 degree. So it will be equal to -1. Okay. Next, in the denominator side also e raised to j 0. That is equal to sin 0 plus j cos 0. Sin 0 equal to 0. Okay, cos 0 equal to 1. Okay, so you will get 3 by 2. Values will be equal to -3 by 2. Okay, now you have considered this pole alone -1. അപ്പോൾ -1 എന്നുള്ള പോൾ എടുത്തു. -1ന് 0യിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്താണ്, -1ൽ നിന്ന് ഈ പോളിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്താണെന്ന് നോക്കി. ഓക്കെ, എന്നിട്ടാണ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് എ എന്നുള്ള. ഇനി ബി കാൽക്കുലേറ്റ് ചെയ്യണം. പറയുന്നത് ഏത് പോളിന് കറസ്പോണ്ടിങ് ആണ്? സി യുവർ ഇക്വേഷൻ ബി കറസ്പോണ്ടിങ് ടു s equal to -3. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് യു ആർ ഗോയിങ് ടു കൺസിഡർ -3. സോ യു വിൽ കൺസിഡർ. അപ്പോൾ -3ക്ക് 0യിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്താണെന്ന് നോക്കും. -3ക്ക് 0യിൽ നിന്നുള്ള ആംഗിൾ എന്താണെന്ന് നോക്കും. നെക്സ്റ്റ് -3ക്ക് -1ൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്താണെന്ന് നോക്കും. -1ൽ നിന്നുള്ള ആംഗിൾ എന്താണെന്ന് നോക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സി. സോ consider the pole. Next we will consider the pole at -3. ഓക്കെ, നമ്മൾ ഇനി എന്താണ് -3യിലുള്ള പോളാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് എന്താ ചെയ്യാം? -3യിലുള്ള പോൾ കൺസിഡർ -3യും 0യും തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കും അല്ലെ. 0s തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇല്ല നോക്കുക. നെക്സ്റ്റ് we will consider the pole at -3 and the distance between 0 to the pole at -3. So distance between 0 and the pole at -3. What is the distance? It is equal to 3. So we can write m03. പോൾ 3 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് 3 എന്ന് വെച്ചാൽ ഏത് 0നെ കൺസിഡർ ചെയ്യുന്നത്? 0 എന്നുള്ള പോയിന്റിലുള്ള 0നെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ m03 എന്ന് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3. ഇത് ഫേസ് ആംഗിൾ കണ്ടുപിടിക്കുന്നത്. അത് ആംഗിൾ ബിറ്റ്വീൻ ദി ലൈൻ ജോയിൻ ദി പോൾ അറ്റ് -3 to 0 ഡിഗ്രി. നമ്മൾ -3യിലുള്ള പോളാണ് നോക്കുന്നത്. 0 തമ്മിലുള്ള ആംഗിൾ ആണ്. അപ്പോൾ പോയിന്റ് എവിടെയാണ് കിടക്കുന്നത്? റൈറ്റ് സൈഡിലാണ് കിടക്കുന്നത്. അപ്പോൾ അത്ര ആംഗിളാണ് മേക്ക് ചെയ്യുക 180 ഡിഗ്രി. ദാറ്റ് വിൽ മേക്ക് 180 ഡിഗ്രി ആംഗിൾ. റൈറ്റ് സൈഡ് പോയിന്റ് ആണ് 0 എന്ന് പറയുന്നത്. സോ ഇറ്റ് വിൽ മേക്ക് 180 ഡിഗ്രി.
So 503 equal to 180 degree. Next, we will consider distance between the line joined in the pole at -1 to the pole at -3. See next, നമ്മളിപ്പോൾ -3ക്ക് 0യിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്? -3ക്ക് -1ൽ നിന്നുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. -3ക്ക് -1ൽ നിന്നുള്ള ഫേസ് ആംഗിളും കണ്ടുപിടിക്കണം. അപ്പോൾ -3ക്ക് -1ൽ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 2 ആണ് അല്ലേ? അപ്പം M13 എന്ന് പറയാം നമുക്ക് അല്ലേ? M13 എന്ന് പറഞ്ഞുകൂടെ? That will be equal to M13 equal to 2. ഇനി എന്താ? 513 കണ്ടുപിടിക്കണം. 513 ഫേസ് ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പോൾ -1 എന്ന് പറയുന്നത് ഇവിടെ റൈറ്റ് സൈഡിലാണ് കിടക്കുന്നത്. പോയിന്റ് -3നെ കമ്പയർ ചെയ്യുമ്പോൾ -1 ലൈസ് ഓൺ ദി റൈറ്റ് സൈഡ്. സോ ദി ഫേസ് ആംഗിൾ വിൽ ബി 180 degree. So you can write 513 equal to 180 degree. So in effect, next we can write the equation V equal to H into. അപ്പോൾ 0 ആയിട്ട് മേക്ക് ചെയ്യുന്നത് ന്യൂമറേറ്റർ സൈഡിലേക്ക് വരും. ഡിനോമിനേറ്റർ സൈഡിൽ പോൾസും ആയിട്ട് മേക്ക് ചെയ്യുന്ന ഡിസ്റ്റൻസും ഫേസും വരും. അപ്പോൾ h into M03 into e raised to j503 divided by M13 into e raised to j513. h എന്ന് പറയുന്നത് 3 ആണ്. M03 you have found it. M13 you have found it, and j503 is 180 degree. 513 is also 180 degree. As a result, you got b equal to 9/2. So next you can write what is I of s equal to, what is I of s? A by s plus 1. Instead of a you can write 3/2. Instead of b you can write 9/2. So I of b will be equal to 3/2 e raised to minus t plus 9/2 e raised to minus 3t. So by the using Pulsar diagram you can calculate it. But you can calculate it the residue. So that is the thing, and this is the way you can proceed. So നമുക്കിപ്പോൾ കിട്ടിയ ആൻസർ ഇതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ക്ലാസ്സിലും ചെയ്തിരുന്നതിന് ആൻസർ അപ്പോൾ കിട്ടിയ ആൻസർ ഇത് തന്നെയാണ്. -3/2 e raised to minus t plus 9/2 e raised to minus 3. ഓക്കെ, ഇതാണ് അതിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, so you can complete this problem, and I will share this notes. Okay, so you can do it. If you have any doubt, you can ask me while coming to the offline classes. Okay. Next, you can do a homework. I will share this PPT, and you can do this homework. Draw the write down the question. Draw the pole zero diagram. The pole zero diagram for the given network function. And hence obtain V of t. And hence obtain V of t. Where V of s equal to 4 into s plus 2 into s divided by s plus 1 into s plus 3. So you can note this answer also. You can do this problem as I have explained, and check whether the answer is correct or not. V of t equal to -2 e raised to minus t minus 6 into e raised to minus 3t.
Next, see, you can go to the theory sessions of this Pulsar plot. You can see. Okay, this is a topic. Actually, we have done the problems of this time domain response. Next, the theory session behind this is time domain response from Pulsar plot. Okay. So once you have given a network function, you can easily draw the pole zero diagram. Okay, and here you have given a network function and you have marked the pole zero diagram. Here you can see S1, S1 conjugate. What is this meaning? These two poles are conjugate pair. Since it is a pole, how can you identify this is a pole? ബിക്കോസ് ക്രോസ് മാർക്ക് ഈസ് ദർ. ക്രോസ് മാർക്ക് ഉള്ളതുകൊണ്ട് ഇതൊരു പോളാണെന്ന് മനസ്സിലാക്കാം അല്ലേ. അപ്പോൾ ഇതിൽ S3 കോൺജുഗേറ്റ് പെയറാണ് അല്ലേ. കോംപ്ലക്സ് പോൾസ് ആണ്. കോംപ്ലക്സ് പോൾസ് ഒക്കറിങ് പെയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് A+IB ആണെങ്കിൽ ഇതെന്താണ് A-IB ആണ്. ഇതെന്താണ് ഈ പോൾ എവിടെയാണ് കിടക്കുന്നത്? റിയൽ ആക്സിസിലാണ്. അതിന് മീനിങ് എന്താണ്? ദാറ്റ് പോൾ ഡസ് നോട്ട് ഹാവ് ഇമേജിനറി വാല്യൂ. റിയൽ പാർട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത് റിയൽ ആക്സിസിൽ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ മൊത്തം പോൾസ് ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കോംപ്ലക്സ് പോൾസ് കോൺജുഗേറ്റ് പെയേഴ്സ് ആയിട്ടാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ സപ്പോസ് നമുക്ക് ഇനി ടൈം ഡൊമെയിൻ റെസ്പോൺസ് കിട്ടാൻ, ടൈം ഡൊമെയിൻ റെസ്പോൺസ് നമുക്കൊരു ഫോമുലയിൽ നിന്ന് കിട്ടണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇത് പോൾസ് ആർ റിയൽ, ദി ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ പോൾസ് റിയൽ ആണെന്ന് വിചാരിക്കുക, റിയൽ നമ്പേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിനോമിനേറ്റർ പോളിനോമിയൽ ഇക്വേഷൻ എങ്ങനെയായിരിക്കും? ഇതുപോലെയാണ് ഉണ്ടാവുക. എസ് സ്ക്വയർ പ്ലസ് 2 ഡെൽറ്റ ഒമേഗ എൻ എസ് പ്ലസ് ഒമേഗ എൻ സ്ക്വയർ, അതായത് എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 2x+4 എന്നുള്ള ഫോമിലാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 1 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എന്ന് പറയുന്നത് ഡാമ്പിംഗ് റേഷ്യോ ആണ്, ഒമേഗ എന്ന് പറയുന്നത് നാച്ചുറൽ ഫ്രീക്വൻസി ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത് എന്താണ്? മൈനസ് ഡെൽറ്റ ഒമേഗ എൻ. നമ്മൾ -b പ്ലസ് ഓർ മൈനസ് √b² മൈനസ് 4ac/2a എന്ന് ചെയ്യുന്നില്ലേ. അപ്പോൾ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ റൂട്ട്സ് എന്താണ്? മൈനസ് ഡെൽറ്റ ഒമേഗ എൻ പ്ലസ് ഓർ മൈനസ് ഒമേഗ എൻ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഡെൽറ്റ സ്ക്വയർ മൈനസ് 1. ഇതാണ് അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ഫോമുലയിലുള്ള ക്വാഡ്രാറ്റിക് ഫോമിൻ്റെ ഇക്വേഷൻ. ഇങ്ങനെയാണ് എഴുതുക. റൂട്ട്സ് ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഓക്കെ, നിങ്ങൾക്ക് അതറിയാം, അത് കണ്ടുപിടിക്കാം അല്ലെ, പണ്ട് മുതലേ പഠിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പോൾസ് ആണ്. ഇതിപ്പോൾ ഇതെന്താണ്? മൈനസ് ഡെൽറ്റ ഒമേഗ എൻ പ്ലസ് ഒരു റൂട്ടാണ്, മൈനസ് ഡെൽറ്റ ഒമേഗ എൻ മൈനസ് ഈ ടേം ഒരു റൂട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള റൂട്ട്സ് ഉള്ള പോൾസ് ആണ് ഉള്ളത് എങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം ഡൊമെയിൻ റെസ്പോൺസിന്റെ ഫോമുല എങ്ങനെയാണ് ഉണ്ടാവുക? I(t) എന്ന് പറയുന്നത് എന്തായിരിക്കും? I(s) ആയിരിക്കും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക. എൻ്റെ ഡിനോമിനേറ്റർ പോളിനോമിയലിൽ നിന്നാണ് നിങ്ങൾ ഈ ഇക്വേഷൻ എഴുതിയത്. എന്നിട്ട് അതിനെ സോൾവ് ചെയ്തപ്പോഴാണ് ഇത് കിട്ടിയത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നെറ്റ്വർക്ക് ഫംഗ്ഷന്റെ ടൈം ഡൊമെയിൻ റെസ്പോൺസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? രണ്ട് റൂട്ട് ഉണ്ട് അല്ലെ, S2 S4. അപ്പോൾ അതിൻ്റെ റൂട്ട് I(t) എന്ന് പറയുന്നതാണ് K2 × e⁻² പ്ലസ് K4 × e⁻⁴t എന്നാണ് അതിൻ്റെ റെസ്പോൺസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റണം അല്ലേ, അങ്ങനെ എഴുതാൻ പറ്റണം. ഓക്കെ, എന്താണ് അങ്ങനെ ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ് ആണ് ഉള്ളതെങ്കിൽ K2 × e⁻²t പ്ലസ് K4 × e⁻⁴t അതാണ് നിങ്ങളുടെ റൂട്ട്. അപ്പോൾ ഇത് ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇത് ഇറേസ്ഡ് ടേമിലാണല്ലേ. അപ്പോൾ എങ്ങനെയാണ് പ്ലസ് ഇറേസ്ഡ് എക്സ്പോണൻഷ്യലി ഡിക്കേയിങ് ആണ് e⁻²t e⁻⁴t എന്ന് പറയുന്നത്. S4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസ്പോൺസ് ഇങ്ങനെയാണ് ഉണ്ടാവുക, S2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസ്പോൺസ് ഇങ്ങനെയാണ് ഉണ്ടാവുക. അത്രയും ഓർത്ത് വെക്കുക. ഇനി അടുത്തത് S1 and S3 ആർ കോൺസ്റ്റിറ്റ്യൂട്ട് കോംപ്ലക്സ് കോൺജുഗേറ്റ് പോൾസ്. കോംപ്ലക്സ് കോൺജുഗേറ്റ് പോൾസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ S² പ്ലസ് 2 ഡെൽറ്റ ഒമേഗ എൻ എസ് പ്ലസ് ഒമേഗ എൻ സ്ക്വയർ ഫോർ ഡെൽറ്റ മൈനസ് 1. ഡെൽറ്റ നേരത്തെ ഗ്രേറ്റർ ദാൻ 1 ആണ് കൺസിഡർ ചെയ്തത്. അപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പോൾസ് ആണ്. ഡെൽറ്റ ലെസ് ദാൻ 1 ആകുമ്പോൾ കോംപ്ലക്സ് പോൾസ് ആണ് ഉണ്ടാകുന്നത്. കോംപ്ലക്സ് പോൾസ് എങ്ങനെയാണ്? കോൺജുഗേറ്റ് പെയേഴ്സ് ആയിട്ടാണ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ S1, S1 കോൺജുഗേറ്റ് ഈക്വൽ ടു minus delta omega n plus or minus j omega n into square root 1 minus delta square for delta less than 1. ഓക്കെ, നമുക്ക് അങ്ങനെ എഴുതി കൂടെ? for delta less than 1. അപ്പോൾ ഇതാണ് നമ്മുടെ റൂട്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. നേരത്തെ ഡെൽറ്റ സ്ക്വയർ റൂട്ട് ഡെൽറ്റ സ്ക്വയർ മൈനസ് 1 ആണ്, ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 1 ആണ്. ഇപ്പം എന്താണ്? ഡെൽറ്റ ലെസ് ദാൻ 1 ആകുമ്പോൾ എന്താവും? ഡെൽറ്റ ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ 1നേക്കാൾ കുറഞ്ഞ വാല്യൂ ആണ് അല്ലേ. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്താണ്? 1 മൈനസ് ഡെൽറ്റ സ്ക്വയർ എന്നാണ് വരിക. ലെസ് ദാൻ 1 ആകുമ്പോൾ നെഗറ്റീവ് ക്വാണ്ടിറ്റി കിട്ടില്ല. അപ്പോൾ ജെ ടേം ഉണ്ടാവുന്നതാണ് അതിൻ്റെ അർത്ഥം. ഇമേജറി ടേം ഉണ്ടായിരിക്കും. നേരത്തെ ഇമേജറി ടേം ഉണ്ടോ? ഇല്ല, ഇതിൽ ഇമേജറി ടേം ഇല്ല. അപ്പോൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഡെൽറ്റ ലെസ് ദാൻ 1 ആകുമ്പോൾ ഇമേജറി ടേം ഉണ്ട്. അപ്പോൾ റൂട്ട്സ് എന്നാണ് കോംപ്ലക്സ് കോൺജുഗേറ്റ് റൂട്ട്സ് ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തുണ്ടോ? ഇതുപോലെ ഉണ്ടാവും. ലെഫ്റ്റ് സൈഡിൽ തന്നെ, ലെഫ്റ്റ് സൈഡ് പ്ലെയിനിൽ തന്നെ, എസ് പ്ലെയിൻ്റെ ലെഫ്റ്റ് സൈഡ് പ്ലെയിനിൽ തന്നെ മുകളിലും ഒന്ന് താഴെയായിട്ടാണ് ഉണ്ടാവുക. ഓക്കെ,
അപ്പോൾ ഇതാണ് അതിൻ്റെ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡെൽറ്റ ലെസ് ദാൻ 1 ആയിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഫോഴ്സ് ഇങ്ങനെ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ടൈം ഡൊമെയിൻ റെസ്പോൺസിൻ്റെ ഫോർമുല നിങ്ങൾ നോക്കുക. നേരത്തെ ബേസിക് ഇക്വേഷൻ നേരത്തെ K2 എന്നല്ല. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, നമ്മളിപ്പോൾ കിട്ടിയ വാല്യൂ കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താ K1 × മൈനസ് ഒന്നാമത്തെ പോലെ മൈനസ് ഡെൽറ്റ ഒമേഗ എൻ പ്ലസ് ഓർ മൈനസ് ജെ ഒമേഗ എൻ റൂട്ട് 1 മൈനസ് ഡെൽറ്റ സ്ക്വയർ. അപ്പോൾ ആദ്യം പ്ലസിൻ്റെ റൂട്ട് എടുക്കുക, മൈനസ് ഡെൽറ്റ ഒമേഗ എൻ പ്ലസ് ജെ ഒമേഗ എൻ റൂട്ട് 1 മൈനസ് ഡെൽറ്റ സ്ക്വയർ ടി. നെക്സ്റ്റ് ഫോർമുല ഏതാണ്? K4 × S4 ടി എന്നല്ല. അപ്പോൾ S4 പകരം കൊടുക്കണം. K4 നമ്മൾ K1 കോൺജുഗേറ്റ് എന്ന് പറയുന്നു. കോൺജുഗേറ്റ് പേരായതുകൊണ്ട് K1 കോൺജുഗേറ്റ് ഇൻറ്റു മൈനസ് ഡെൽറ്റ ഒമേഗ എൻ. ഇപ്പം എന്തെടുക്കണം, മൈനസ് എടുക്കണ്ടേ അല്ലേ, മൈനസ് ജെ ഇൻറ്റു ഒമേഗ എൻ റൂട്ട് 1 മൈനസ് ഡെൽറ്റ സ്ക്വയർ. സോ ഇതാണ് നമ്മുടെ വീട്ടിലെ ഫോർമുല. അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം K × മൈനസ് ഡെൽറ്റ ഒമേഗ എൻ ഇൻറ്റു ടി സൈൻ. ഈ വാല്യൂ എന്ന് പറയുന്നത് ജെ തീറ്റ എന്നുള്ള ഫോർമുല സൈൻ ഒമേഗ എൻ ഇൻറ്റു സ്ക്വയർ റൂട്ട് 1 മൈനസ് ഡെൽറ്റ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും അല്ലേ. ജെ തീറ്റ എന്താണ്, കോസ് തീറ്റ പ്ലസ് ജെ സൈൻ തീറ്റ. ജെ സൈൻ തീറ്റ എന്ന് എഴുതുന്നില്ല, അപ്പം അതിനെ മാറ്റി എഴുതിയതാണ് കോസ് തീറ്റ പ്ലസ് ജെ സൈൻ തീറ്റ എന്നാണ് ജെ തീറ്റൻ്റെ ഫോർമുല. അപ്പോൾ അതിന് പകരം ജെ പറയുന്നതിന് വരെ നമ്മൾ സൈൻ തീറ്റയുടെ ഫോർമുല എഴുതുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഫ്രം ദി എബോവ് ഇക്വേഷൻ, അപ്പോൾ ടൈം ഡൊമെയിൻ റെസ്പോൺസ് എന്താണ്, കോംപ്ലക്സ് കോൺജുഗേറ്റ് പോൾസ് ആയിരിക്കും. I(t) we can directly write it as K × മൈനസ് ഡെൽറ്റ ഒമേഗ എൻ ടി സൈൻ ഒമേഗ എൻ സ്ക്വയർ റൂട്ട് 1 മൈനസ് ഡെൽറ്റ സ്ക്വയർ ഇൻറ്റു ടി. അപ്പോൾ നമ്മൾ വേറെ ഫോർമുലയിലേക്കൊന്നും പോകേണ്ട. I(s) കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ എക്സ്പാൻഷൻ എഴുതി കഴിഞ്ഞതിന് ശേഷം ഡയറക്റ്റ് ഈ ഇക്വേഷൻ എഴുതാം. From the above equation, the response of the conjugate pulse is damped sinusoid. അപ്പോൾ ഈ ഇക്വേഷൻ പ്രകാരം എന്താണ്, സൈൻ ഫംഗ്ഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ I(t) എന്നുള്ള വാല്യൂ എന്താണ്, ഒരു സൈനുസോഡൽ ഫംഗ്ഷൻ. എന്താണ്, കുറഞ്ഞു വരുന്ന സൈനുസോഡൽ ഫംഗ്ഷനാണ്. അപ്പോൾ ഡാംപ്ഡ് സൈനുസോയിഡ് ആയിരിക്കും. ഡ്യൂ ടു S1 കൊണ്ടും ഡ്യൂ ടു S3 കൊണ്ടും അതുപോലെ തന്നെ ആയിരിക്കും. ഓക്കെ, സോ ദിസ് കൺസിഡർ ദി നെറ്റ്വർക്ക് ഹാവിങ് എ ട്രാൻസ്ഫർ. ഇപ്പോൾ ഇനി നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഒരു നെറ്റ്വർക്കിൽ അതിന് ട്രാൻസ്ഫർ അഡ്മിറ്റൻസ് Y(s) ആണ് വരിക. അഡ്മിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, വോൾട്ടേജ് ബൈ കറണ്ട് ആണ് റെസിസ്റ്റൻസ്. അഡ്മിറ്റൻസ് എന്ന് പറയുന്നത് കറണ്ട് ബൈ വോൾട്ടേജ് അല്ലേ. അപ്പോൾ I(s) ഈക്വൽ ടു V(s) × Y(s) എന്ന് അറിയാം അല്ലേ. Y(s) ഈക്വൽ ടു I(s) ബൈ V(s) ആണ്. അഡ്മിറ്റൻസ് ഈക്വൽ ടു കറണ്ട് ബൈ വോൾട്ടേജ് എന്ന് എഴുതാം അല്ലേ. I(s) ഈക്വൽ ടു V(s) × Y(s). അതെന്ന് പറയുന്നത് P/Q എന്നുള്ള ഫോർമുല ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, P(s) ബൈ Q(s) എന്ന് പറയാം. അപ്പോൾ സോ ദിസ് മേ ബി ടേക്കൺ ആസ്. അപ്പോൾ I(s) എന്നുള്ള നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടി I(s) എന്നുള്ള പോളിനോമിയലാണ് തരിക. അപ്പോൾ അതിൽ ന്യൂമറേറ്ററിലും ഒരു പോളിനോമിയൽ ഉണ്ടായിരിക്കും, ഡിനോമിനേറ്ററിലും ഒരു പോളിനോമിയൽ ആയിരിക്കും. അപ്പോൾ അതിന് നമുക്ക് ഇങ്ങനെ കാണിക്കാം. I(s) ഈക്വൽ ടു h ഇൻറ്റു മുകളിലത്തെ പോളിനോമിയലിൻ്റെ റൂട്ട്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിട്ട് കാണിച്ചു. S-2 താഴത്തെ ആണെങ്കിലും S-1 വേറൊരു നോട്ടേഷൻ കൊടുക്കുക. പോൾസ് ആണ് ഇതിൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ S-1 S-2 S-Sn. അപ്പോൾ അതിൽ SAയും SBയും SNും എന്താണ്, സീറോസ് ആണ് അല്ലേ. S1 S2 SM ആർ പോൾസ്. S1 S2 SM ആർ പോൾസ്. SA SB SN ആർ സീറോസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്ത് I(s) ഇങ്ങനെയാണ് നമുക്ക് തരിക. അപ്പോൾ നമ്മൾ ടൈം ഡൊമെയിൻ റെസ്പോൺസ് കാണാൻ പറഞ്ഞ പോൾസീറോ പ്ലോട്ടിൽ കാണാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് പോൾസീറോ പ്ലോട്ട് ആദ്യം വരക്കണം അല്ലേ. അപ്പോൾ സീറോസ് ഒക്കെ എവിടെ കിടക്കുക, SA ഒരു സീറോ ഉണ്ടായിരിക്കും, SB ഒരു സീറോ ഉണ്ടായിരിക്കും, SN ഒരു സീറോ ഉണ്ടായിരിക്കും. അതെല്ലാം സർക്കിൾസ് വെച്ച് മാർക്ക് ചെയ്യാം. പിന്നെ S1 ഒരു പോൾ ഉണ്ടായിരിക്കും, S2 ഒരു പോൾ ഉണ്ടായിരിക്കും, SM ഒരു പോൾ ഉണ്ടായിരിക്കും. അത് ക്രോസ് മാർക്ക് വെച്ച് കാണിക്കാം. ഓക്കെ, ഇനി നമുക്ക് I(s) മാറ്റി എഴുതണം. I(s) എന്ത് ചെയ്യണം, ടൈം ഡൊമെയിൻ റെസ്പോൺസ് ആണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ എന്തായിരിക്കും ഇത് നോക്കാം. നമുക്ക് എങ്ങനെ കിട്ടോ, എത്ര സീറോസ് ഉണ്ട്, 1 2 3 സീറോ അല്ല, ഒരുപാട് സീറോസ് ഉണ്ട് ഇവിടെ ഒരുപാട് പോൾസ് ഉണ്ട്. അപ്പോൾ എത്രത്തോളം പോൾസ് ഉണ്ട് അതിനനുസരിച്ചുള്ള ടേംസ് ഉണ്ടായിരിക്കും. I(s) വരെ K1 / S-1 K2 / S-2 എത്ര SM പോൾസ് ഉണ്ട്. അപ്പോൾ KM വരെ ഉണ്ടായിരിക്കും, KM / S-S. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, ടൈം ഡൊമെയിൻ റെസ്പോൺസ് ആയിട്ട്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, K1 × S1T K2 × S2T KM × SNT. അതാണ് നമുക്ക് കിട്ടുക അല്ലേ. അപ്പോൾ നമുക്ക് എന്താ റെസിഡ്യൂസ് ആയ K1 K2 KM കണ്ടുപിടിക്കണം അല്ലേ. അതിനാണ് നമ്മൾ പോൾസീറോ ഡയഗ്രാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ K1 K2 KM കണ്ടുപിടിക്കാനുള്ള ജനറൽ ഇക്വേഷൻ ആണിത് H എന്താണ് ഇവിടെ ആദ്യമേ തന്ന H, ഈ സാധനം, ഈ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, അപ്പോൾ H ഇൻറ്റു നമ്മുടെ ഫംഗ്ഷൻ. നമ്മൾ സാധാരണ ഭാഷ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഫംഗ്ഷൻ എന്താണ്, നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്നതല്ലേ ഈ സംഭവം അല്ലേ. ഈ ഫംഗ്ഷൻ മൊത്തം എഴുതുക. ഫംഗ്ഷൻ ഇൻറ്റു ഏത് പോളാണ് കാണിച്ചത് അതാണ് ചെയ്യുന്നത്. അപ്പോൾ S-S S-B S-S ഇവിടെ നമ്മൾ ഒറിജിനൽ ഫംഗ്ഷൻ അത് ഇൻറ്റു ഏത് പോളാണ്, എൽത്ത് പോളാണ് കാണിച്ചത് S-SL എന്ന് പറയും. അപ്പോൾ S = SL എന്ന് കൊടുക്കാം. അപ്പോൾ അതായിരിക്കും K1. സാധാരണ നമ്മുടെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ പ്രകാരം അങ്ങനെയാണ് ചെയ്യുക. പക്ഷെ നമ്മൾ പോൾസറോ ഡയഗ്രാം വെച്ചിട്ട് ഇങ്ങനെയല്ലേ ചെയ്യുക. എന്ത് ചെയ്താൽ മതി,
Here SL, SM and SN are complex numbers and the difference SL minus SN is also a complex number. അപ്പോൾ എസ് എൽ മൈനസ് എസ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? എം എൽ എൻ, ഇതാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. യൂസ് ചെയ്യുക എം എൽ എൻ ഇ റൈസ് ടു ജെ ഫൈ എൽ എൻ. ഇപ്പൊ nth പോളിന് എൽത്ത് സീറോയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും. പിന്നെ അതുപോലെ തന്നെ nth പോളിന് എൽത്ത് സീറോയിൽ നിന്നുള്ള ഫേസും കണ്ടുപിടിക്കും. ഓക്കെ, അതാണ് അത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, K1 ജനറൽ ഇക്വേഷൻ എന്താണ്? ഒരുപാട് സീറോസും ഒരുപാട് പോൾസും ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ K1 എന്നുള്ള റെസിസ്റ്റൻസ് ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള ഒരു പോളിന് ബാക്കിയുള്ള എല്ലാ സീറോസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ബാക്കിയുള്ള എല്ലാ സീറോസിൽ നിന്നുള്ള ഫേസ് കണ്ടുപിടിക്കണം. ഡിവൈഡഡ് ബൈ ആ പോളിന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ പോളിന് ബാക്കിയുള്ള എല്ലാ പോൾസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ബാക്കിയുള്ള എല്ലാ പോൾസിൽ നിന്നുള്ള ഫേസ് ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പം ഈ ചന്ദ്രൻ നമുക്ക് എങ്ങനെ എഴുതാം? ഒന്നാമത്തെ റെസിസ്റ്റൻസ് കെ എൽ ഈക്വൽ ടു എച്ച് ഇൻറ്റു എം എൽ എ എം എൽ ബി എക്സെട്രാ ടു എം എൽ എൻ. ഓക്കെ, എം എൽ എൻ ഈ റേസ്റ്റ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫേസ് ഫൈ എൽ ബി എക്സെട്രാ ടു ഫൈ എൽ എൻ ഡിവൈഡഡ് ബൈ പിന്നെന്താണ് പോളിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. ബാക്കിയുള്ള എത്രയോ പോൾസ് ഉണ്ട് അല്ലേ? എത്ര പോൾസ് ഉണ്ട്? എൻ പോൾസ് ഉണ്ട്. അപ്പോൾ എം എൽ വൺ എം എൽ ടു എക്സെട്രാ ടു എം എൽ എൻ. അതിന് ഫേസ് ആംഗിൾ എത്ര? ഇ റേസ്റ്റ് ജെ ഫൈ എൽ വൺ എൽ ടു അങ്ങനെ വരും. അപ്പോൾ ഡിനോമിനേറ്ററിലാണ് ആ ഫേസ് ഉള്ളത്. അത് ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ എന്താവും? മൈനസ് ഫേസ്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഈ ഡെറിവേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. പ്രോബ്ലം ചെയ്തപ്പോൾ പ്രോബ്ലത്തിൻ്റെ ഡെറിവേഷനാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഈ രീതിയിലാണ് ചെയ്യുക. അപ്പോൾ ഡിസ്റ്റൻസ് ആദ്യം കണ്ടുപിടിക്കണം. നമ്മൾ ഏത് പോളാണോ കൺസിഡർ ചെയ്യുന്നത് ആ പോളിന് സീറോസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ആ സീറോസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ന്യൂമറേറ്ററിലാണ് കാണിക്കുക. സീറോസിൽ നിന്നുള്ള ഫേസ് ആംഗിൾ കണ്ടുപിടിക്കണം. ആ ഫേസ് ആംഗിൾ ഇതാണ് ഡിവൈഡഡ് ബൈ ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോളിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ പോൾസ് ഉണ്ടെങ്കിൽ ഓരോ പോൾസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അതിന്റെ ഫേസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, similarly, so we can write similarly all coefficients k1, k2, etc. up to kn may be obtained, which constitute the magnitude and phase angle. The residues may also be obtained by Pulsar plot in this way. That is, first step for finding the residue is the Pulsar plot should be drawn first. Next, you have to measure the distance of a given pole from each of the other zeros. Okay. And after measuring the distance, then you have to measure the distance of a pole from each other poles. Okay. Next, you have to calculate the phase angle between the line joining the pole to each of the other zeros. After that, you have to calculate the phase angle of that pole to all other poles. And then you can substitute in this equation and you can find it. Okay. So പ്രോബ്ലവും തിയറിയും കമ്പൈൻ ചെയ്ത് നോക്കുക, എന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇത്രയാണ് ഇതിൽ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൽ ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ കെ എൽ ഈക്വൽ ടു എച്ച് ഇൻറ്റു എം എൽ എ അല്ലെങ്കിൽ എം എ എൽ എം ബി എൽ എക്സെട്രാ ടു എം എൻ ബി ഇൻറ്റു ഇ റേസ് ജെ ഫൈ എൽ ബി എക്സെട്രാ ലൈക്ക് ദാറ്റ് യു ക്യാൻ റൈറ്റ് ഇറ്റ്. ഓക്കെ, similarly all coefficients k1, k2, kn also reference. So ഇതാണ് നമ്മൾ പോൾസർ പ്ലോട്ട് തുടങ്ങുന്നത്. ഇനി ഇതുപോലെ തന്നെയാണ് നെക്സ്റ്റ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് റെസ്പോൺസ് ഫ്രം പോൾസർ പ്ലോട്ട്. Once you obtain the Pulsar plot and you can easily calculate the time domain response. And from the response, you can also calculate what magnitude and phase response from Pulsar plot. So actually, the steady state response can be obtained from the Pulsar plot. So if the network function is n of s, so instead of s, you can substitute j omega. As a result, you will get n of j omega. So that will be equal to, you can write the network function as the magnitude and phase. So m of omega into e raised to j phi of omega. You can write it like this. Okay, where m of omega is the amplitude and phi of omega is the phase. What is m of omega? M of omega is the amplitude and phi of omega is the phase. Okay. So this m of omega constitutes the magnitude response and phi of omega constitutes the phase response. So for different values of omega, corresponding values of 1 of omega and phi of omega can be obtained, and these are plotted to get amplitude and phase response of the given network. So once you obtain the network function, you can find the m of omega and e raised to j phi of omega. Then you can plot this. As a result, you will get magnitude and phase response. Okay. So this problem, okay, we have discussed about it, and this problem utilizes the same theory sessions. And the next, see, simply you can go through this problem. I will give you the hint.
V of s is equal to 4 into s plus 2 into s divided by s plus 1 into s plus 3. Here h equal to 4, right? Next, what is the function? Next function is s plus 2 by into s divided by s plus 1 into s plus 3. So what you have to write it in partial fraction expansion, you can write the equation. Okay, after that, here distinct poles will be there. Here how many zeros will be there? Number of zeros is equal to s is equal to minus 2 is a 0, s is equal to 0 is a 0. Okay. What is the case of pole? Here poles are s is equal to minus 1 and s is equal to minus 3. So first of all you have to draw the pole zero diagram. So you will get two zeros and two poles. And all these poles are real numbers. Complex numbers are there. All are real numbers. So next you will consider the pole minus 1. Then you will find the distance of this minus 1 from the 0 to from this, and also you will find the distance of this pole at the minus 1 from this 0 0, and you have to find the phase angle of this pole from this 0 2 and 0. Similar way you can next consider the pole at the minus 3. After that you can find the distance of this pole from this 0 2, and also another 0 0, and also you can find the distance of this pole at the minus 3 to the pole at the minus 1, and then you can calculate also the phase angle, and finally you can apply into the general equation and you will get the solution. Okay. So that is about this ball zero time domain response from 4 0 plot. One we can do more problems once you come into the class. Okay. Anybody have doubt? Yes, Fatima. Fatima to Sabha doubt and Fatima to Sabha has raised the hand.